ഈ അലിയൻ വേഴ്സസ് അലിയൻ എന്നുള്ള സീരിയലില് ഏറ്റവും എനിക്കൊന്ന് കേട്ടറിവ് കൊണ്ട് ചോദിക്കുക, ഏറ്റവും കുഴപ്പം നിങ്ങൾ തമ്മിലാണെന്നാണെന്ന് എൻ്റെ ഒരു സംശയം. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങളാണോ എന്നൊരു സംശയം. ക്ലീറ്റസും തങ്കം എന്നൊരു ക്യാരക്ടർ ഭയങ്കര കുഴപ്പമാണെന്ന് കേൾക്കുന്നത് സത്യം എന്നാ? തങ്കം ഇത് അവൻ ഇവിടെ ബന്ധപ്പെട്ട് ഇവിടെ അറിയിച്ചതാണ്. ഇല്ല ഞാൻ കുറച്ചൊക്കെ സത്യം എന്നാ പിന്നെ പോട്ടെ. അപ്പോൾ ആ ചേട്ടനെ അങ്ങ് മാറ്റി നിർത്തിക്കോ. എന്റെ അമ്മ സത്യം പറയുമല്ലോ. അന്നോ അമ്മ സത്യം പറഞ്ഞു കൊടുക്കമ്മേ. അമ്മ സത്യം മാത്രമേ പറയാവൂ കേട്ടോ അമ്മ. അത്രേ ഉള്ളൂ. അമ്മ സത്യം പറയാം. അമ്മമാര് കള്ളം പറയല. ഉള്ളത് പറയാലോ. അമ്മ പറഞ്ഞു. എവളെ ഞാനിത്തിരി കൊഞ്ചിച്ച് വളർത്തിപ്പോയി. അതിൻ്റെതൊക്കെ ഞാൻ അനുഭവിക്കുന്നുമുണ്ട്. ഇപ്പൊ പറയാതിരിക്കാൻ എനിക്ക് നിവർത്തിയില്ല. കുനിഞ്ഞിട്ടൊരു ജോലി ചെയ്യാൻ അറിഞ്ഞൂടായിരുന്നു. ആകെ അറിയാം. അന്നാ പിന്നെ പോട്ടെ. അമ്മ പറഞ്ഞ കള്ളാന്ന് വെച്ചോ. എന്നൊക്കെ ജോലി ചെയ്യും? തയ്ക്കും. ബ്ലൗസ് ഒക്കെ ഞാൻ തയ്ച്ചല്ലേ. വെരി ഗുഡ്. അതിന് ഞാൻ സമ്മതിക്കും കേട്ടാ. ആ ഏരിയയിലെ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും മികച്ച തയ്യക്കാരി. വെരി ഗുഡ്. പിന്നെ അടുക്കള കണ്ടിട്ടില്ല? അടുക്കള കണ്ടിട്ടുണ്ട്. നല്ലപോലെ കണ്ടിട്ടുണ്ട് ഞാൻ. നല്ലതുപോലെ കറി കൂട്ടണമെങ്കിൽ ഞങ്ങൾ എന്തുണ്ടാക്കുന്നു അതിന്റെ പകുതി അവിടെ കൊണ്ടുവന്ന് കൊടുക്കും. അത് തന്നെ ബാക്കി രുചിയായിട്ട് അവര് കഴിക്കും. ഇതായി അമ്മയുടെ കുഴപ്പം. എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് പകുതി കൊണ്ടുതരാം, എന്നിട്ട് അതിന്റെ കണക്ക് നാട് മുഴുവൻ പറഞ്ഞിട്ട് നടക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് വേണ്ടെന്ന്. അപ്പൊ എന്നാ കഴിക്കും? അമ്മയല്ലേ? ഞാൻ നല്ലോണം അവിയലും സാമ്പാറൊക്കെ ഉണ്ടാക്കുമല്ലോ. കറക്റ്റ്. ഇപ്പൊ എന്റെ പ്രേക്ഷകർക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? ഇവര് തമ്മിൽ ഭയങ്കര ഐക്യമാന്നുള്ളത് മനസ്സിലായി. ഈ അമ്മയുടെ ഒരു അവസ്ഥയും എനിക്ക് മനസ്സിലായി. കാരണം അമ്മയാവണം, അമ്മായി അമ്മയാവണം. അതിനകത്ത് അമ്മയ്ക്ക് ഏറ്റവും കൈകാര്യം ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് അമ്മയോട് തന്നെ ചോദിക്കണം. അമ്മേ എങ്ങനെ അമ്മേ? അമ്മായിയമ്മയാണോ ഏറ്റവും നല്ലേ, അമ്മയാണോ ഏറ്റവും നല്ലേ? എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യാനാ? ഒന്ന് മോന്റെ ഭാര്യ, അത് മരുമോള്, ഞാൻ അമ്മായി. മോൻ ഞാൻ എന്ത് ചെയ്യും? മോള് മരുമോൻ ഞാൻ എന്ത് ചെയ്യാൻ? അമ്മയായിട്ടും അമ്മായി അമ്മയായിട്ടും ഒരേപോലെ നിന്നല്ലേ പറ്റൂ. നേരാ. മരുമോൻ എങ്ങനെയുണ്ട് അമ്മേ? എന്തോ പറയാനാ, മരുമോൻ അങ്ങനെ തട്ടിപ്പറ്റി പോണ്. ഇത്രേ ഉള്ളു. സത്യം പറയാലോ, ഞാനല്ല വേറെ ആരെങ്കിലും ആയിരുന്നു ഈ അമ്മയുടെ മരുമോനെങ്കിൽ ഈ മോള് വീട്ടിൽ ഇരുന്നേനെ. അല്ല അതല്ല പോട്ടെ. ഈ ക്ലീറ്റസിന്റെ വലയിൽ ഈ തങ്കം വന്ന് വീണ എങ്ങനെയാ? അതെ ഒന്നുമില്ല, എന്റെ സൗന്ദര്യം കണ്ട് മയങ്ങിയതാ. ഇവള് പാടും നന്നായിട്ട്. അവിടെ പാട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. ഏത് പാട്ട് പാടിയാ ക്ലീറ്റസിനെ വീഴ്ത്തിയേ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു. ആ പാട്ടൊന്ന് പാടിയേ തങ്കം, കേക്കട്ടെ. ഞങ്ങളും കൂടെ ഒന്ന് കേട്ടോട്ടെ. പാടട്ടെ? പിന്നെ ചേച്ചിക്കും കൂടി വേണ്ടിട്ടാണേ. അയ്യോ പാടിക്കോളൂ. എന്തേ ടെൻഷൻ ആവണം? അയ്യോ അനുവാദമില്ലെങ്കിലും ഞാൻ ആ മാറിൽ വനമാലയാകും. അനുവാദമില്ലെങ്കിലും ഞാൻ ആ മാറിൽ വനമാലയാകും. മഞ്ഞുതിരും ഒന്നരികിൽ വന്നാലോ വിങ്ങുന്ന വദനങ്ങളാൽ ഞാൻ പറയാതെയെല്ലാം പറയാം. സ്നേഹഗീതമായി തലോടാം. എന്നിട്ടും നീ പാടിയില്ലല്ലോ മാനത്തേരാ പാടി. എന്നിട്ടും നീ പാടിയില്ലല്ലോ മാനത്തേരാ പാടി. താങ്ക് യു. മറ്റവിടെയാണെങ്കിൽ എക്സ്പ്രഷൻ കൊണ്ട് എനിക്കൊക്കെ മേല. ഞാനേ കുറച്ച് വർഷം പിറകിലേക്ക് അതാ കറക്റ്റ്. തങ്കം പാട്ട് പാടിയപ്പോ ക്ലീറ്റസ് തിരിച്ച് എന്തെങ്കിലും ഒരു പാട്ട് എന്തെങ്കിലും പാടിയിട്ടുണ്ടോ? പാടി. ഞാൻ പണ്ട് എന്നാ വെച്ച് കഴിഞ്ഞാല് സ്കൂളിൽ പഠിക്കും മിമിക്രി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവള് ഫ്രണ്ടിൽ നിന്ന് എന്റെ പരിപാടിയൊക്കെ കാണുമ്പോ കൈയടിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ക്ലീറ്റസ് ചേട്ടൻ. പുറത്തു വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ ചെറിയ പാട്ടും മിമിക്രിയും ഒക്കെ ചെയ്യുമായിരുന്നു. ഒന്ന് ഒരു പാട്ട് പെണ്ണിന്റെ ശബ്ദത്തിൽ പാടുമോ? Mala
സൂപ്പറായിട്ട് പാടിയിരിക്കുന്നു.